ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അവൻ്റെ ടെറസിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നോരോന്നാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അധികമൊന്നുമില്ല, എന്നാലും എനിക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഇപ്പം 5 മണിയാകുമ്പോഴേ ഞാൻ ഉണരും കേട്ടോ. കാരണം പിന്നെ എങ്കിൽ മാത്രമേ എൻ്റെ ജോലികളൊക്കെ തീരുകയുള്ളൂ. അപ്പോൾ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ പ്രെയറും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് വെപ്രാളമാണ്. എൻ്റെ മേലത്തെ ടെറസിലെ കൊച്ചുങ്ങളൊക്കെ എന്തായി എന്നുള്ള ഒരു വെപ്രാളമാണ് എനിക്ക്. അവരെ കാണുന്നത് ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓടി വരുന്ന അവരുടെ അടുത്തോട്ടാണ്. അപ്പം അത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവരുടെ അടുത്ത് വരുന്നത്. അവരും എന്നെ കാത്തിരിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും വെള്ളം കൊടുക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്ന മാതിരി, അമ്മ എനിക്ക് വെള്ളം എന്താ, എനിക്കിതാ വെള്ളം എന്താ എന്നിങ്ങനെ പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. അവരോരോരുത്തരും എന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നും, വിളിക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നു. അത്ര ഇതായിട്ടാണ് ഞാനും ഈ പച്ചക്കറികളും ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അതായത് നമ്മൾ എത്രമാത്രം സ്നേഹം അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറികളാണെങ്കിൽ തന്നെയും, പച്ചക്കറി ചെടികളാണെങ്കിൽ തന്നെയും, ജീവജാലങ്ങളാണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെ. ഞങ്ങളുടെ ബ്രൂണോയും ചിന്നും മിന്നും ഒക്കെ എന്ത് സ്നേഹമാണെന്നറിയാമോ. അവരുടെ സ്നേഹമൊക്കെ പിന്നെ മനുഷ്യൻ്റെ സ്നേഹവും ഒന്നുമല്ലാന്ന് തോന്നുന്നു. അത്ര സ്നേഹമാണ് ആ കൊച്ചുങ്ങൾക്കൊക്കെ. ഞങ്ങളെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ അമ്മയെന്നുള്ള വിളിയൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ഒരു കാഴ്ച തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരുടെയൊക്കെ സ്നേഹ കാര്യങ്ങളുമൊക്കെ. അപ്പം നമുക്ക് ഞാൻ ടെറസിൽ നിന്നിട്ട് ഓരോ പച്ചക്കറിയും കാണാനായിട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ക്യാബേജ് കൃഷി എന്തായെന്ന് നോക്കാം. ക്യാബേജ് തണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പം കുറേ പേരൊക്കെ പറഞ്ഞു ഇല കെട്ടിവെക്കണമെന്ന്. കുറച്ച് പേര് പറഞ്ഞ് കെട്ടിവെക്കേണ്ടതെന്ന്. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇലകളൊക്കെ ഇങ്ങനെ വിടർന്ന് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി കായൊന്നും അവസാനം നമുക്കൊന്നും കിട്ടത്തില്ലായിരിക്കും എന്ന് കരുതിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്യാബേജ് കിട്ടിയതിലും വേണ്ടിയല്ല, എനിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേങ്കിൽ നമ്മുടെ ടെറസിലും നമ്മുടെ നാട്ടിലും നമ്മളെയും കൊണ്ടും ഈ ക്യാബേജ് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ചൂടെ നല്ല വിപുലീകരിച്ച് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കൊരു 10 മൂടെങ്കിലും ഇത് നടാനായിട്ട് സാധിക്കണം. കാരണം ഇപ്പോൾ എങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ വളപ്രയോഗമൊക്കെ നമുക്ക് മനസ്സിലായി ഏകദേശം ഒക്കെ. അപ്പം ഈ പ്രാവശ്യത്തെ കുറവൊക്കെ അടുത്ത പ്രാവശ്യം നികത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു 10 മൂടെങ്കിലും നടാനായിട്ട് സാധിക്കണം. എല്ലാവരും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഇപ്പോൾ ഒരു 3 മൂട് ഉള്ളൂ. ഇപ്പം 4 മൂടുണ്ടായിരുന്നു, 1 ചീത്തയായിപ്പോയി. അപ്പം 3-നകത്തും കായൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും 2-3 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് വിളവെടുക്കാനായിട്ട് പരുവാകും. അടുത്തത് കോളിഫ്ലവറിൻ്റെ കൃഷിയാണ്. കോളിഫ്ലവറും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 4 കോളിഫ്ലവർ ഉണ്ട്. ഇപ്പം എല്ലാത്തിലും ഇപ്പം കായൊക്കെ വന്ന് തുടങ്ങി. ആദ്യം വന്ന കായ നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങളെ കാണിച്ചിരുന്നു, വിളവെടുത്തത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഒരു 1/2 കിലോളം ഉണ്ടായിരുന്നു അത് വിളവെടുത്തത്. ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി കൊടുത്തു. കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി എന്തായാലും ഇത് കട്ട് ചെയ്യുമ്പോഴേ ഞാൻ എന്തായാലും ഒരു ഗോബി മഞ്ചൂരിയൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലാണ്ട് വരുന്നുണ്ട് അടുത്തതൊക്കെ. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ 10 ഒരു 15 എണ്ണമെങ്കിലും നടണമെന്ന് വിചാരിക്കും. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ 10 15 ഒക്കെ ഇങ്ങനെ നടണമെന്ന് അങ്ങ് മനസ്സിലെ ആഗ്രഹങ്ങൾ കൂടി വരുന്നു. അപ്പോൾ അതും ഇതേപോലെ നന്നായിട്ട് വരുന്നുണ്ട് എല്ലാത്തിനും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്ര ആരോഗ്യത്തോടെയൊക്കെ വരികയെന്ന് വെച്ചാൽ അതും ഗ്രോ ബാഗിനകത്ത്. ഇതെന്ന് വെച്ചാൽ ഉച്ചയ്ക്കൊക്കെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ നല്ല കൈ ഒടിഞ്ഞ് കിടക്കുന്ന മാതിരി ഇങ്ങനെ കിടക്കും, തളർന്ന ഇല കിടക്കും. അപ്പോഴും ഞാൻ വന്നിട്ട് ഇതിന് വെള്ളം ഒഴിക്കും. എനിക്ക് ഭയങ്കര സങ്കടം അവരിങ്ങനെ തളർന്നിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ ഉച്ചയ്ക്കും വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അവർ ഇരട്ടി സ്നേഹം തിരിച്ചു വരുമെന്ന്. കണ്ടില്ലേ, നമ്മൾ അവർക്ക് വേണ്ടതായ കെയർ കൊടുത്താൽ അവർ ഇതേപോലെ നമുക്ക് സന്തോഷം തരും. കണ്ട ഒരു കൊലയിൽ തന്നെയാണ് ഈ തക്കാളി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത്. ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നമ്മൾ എന്നിപ്പം വളമൊന്നും എല്ലാ ആഴ്ചയിലും വളമൊന്നും ഇടണമെന്നൊന്നുമില്ല. അതിപ്പം ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ വളം കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവടൊക്കെ ഉറയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ മണ്ണൊന്ന് ഇളക്കിയിട്ടെങ്കിലും കൊടുക്കണം. അത്രയെങ്കിലും ഒന്ന് കാണിക്കണം കേട്ടോ. അത് വേര് തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ണ് ഇളക്കിയിട്ടിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ അത് നല്ല ആരോഗ്യത്തോടെ ഇങ്ങനെ കയറി വരും. ഇപ്പം കണ്ടില്ലേ, തക്കാളി നല്ല മുകളിൽ വരെ നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ടല്ലേ, ഇലയേക്കാൾ മുമ്പേ കായാണ് തക്കാളി പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ കയറിങ്ങനെ കെട്ടിക്കൊടുക്കുകയും വേണം. ഓരോ കൊമ്പിലും ഇങ്ങനെ കയർ കെട്ടിക്കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഈ കാറ്റത്തെല്ലാം ഒടിഞ്ഞു വീഴും. ഇപ്പം തറയിൽ കിടന്നിരുന്നെങ്കിൽ ഇത്രയൊന്നും പിടിക്കത്തില്ല, ഇതിനകത്ത് ഒടിഞ്ഞൊക്കെ പോയേനെ. ഇങ്ങനെ കെട്ടിക്കൊടുത്തത് നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ അടുത്ത തലമുറയിലെ തക്കാളിയാണ് ഈ നിൽക്കുന്നത്. അപ്പം മറ്റേ തക്കാളിയൊക്കെ തീരുമ്പോഴത്തേക്ക് ഈ തക്കാളി നല്ല പരുവായിട്ട് വരാൻ കാരണം പൂവൊക്കെ വരാൻ തുടങ്ങി.
കണ്ടല്ലേ, നമ്മൾ അരിയെടുത്തതും കുഴിച്ചിട്ട രീതിയെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും കണ്ടിട്ടില്ല എന്നുള്ളവർ അത് തക്കാളിയുടെ കൃഷി രീതിയൊക്കെ ഒന്ന് എടുത്ത് നോക്കി കാണണം. എന്നിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ കുറേ 2, 4, 6, 8, 3 തക്കാളി ഇവിടെ വെച്ചിട്ടുണ്ട്. താഴെയും അതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇടയ്ക്കൊക്കെ എല്ലാത്തിൻ്റെ മൂട് നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ടെറസിൽ പറഞ്ഞായിരുന്നല്ലോ, പൂപ്പാരെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഈ ടെറസിൽ നിന്നൊക്കെ തൂത്തുവാരുന്ന, മഴയൊക്കെ പെയ്യുമ്പോൾ തൂത്തുവാരി കിട്ടുന്ന അഴുക്കിനെയാണ് ഈ പൂപ്പാരെന്ന് പറയുന്നത്. അത് നല്ലൊരു വളമാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ചുവടൊക്കെ നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ ഇത് വളർന്നു വരും. അല്ലാതെ പിന്നെ ഇച്ചിരി വെള്ളവും വളവും മാത്രം കൊടുത്തിട്ട് നമ്മൾ അനങ്ങാതെ ഇരുന്നാൽ ഇതൊന്നും നല്ലതുപോലെ വരികയില്ല. അപ്പം കൊച്ചു നമ്മുടെ കൈവളം കൂടെ ഒക്കെ കൊടുത്തെങ്കിൽ, അതായത് നമ്മുടെ ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നല്ല തഴപ്പോടുകൂടി വളർന്ന് വരികയുള്ളൂ. ഇവർ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഞാൻ മുകളിലോട്ട് ചരടൊക്കെ കെട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ കാറ്റൊന്നും വീഴാത്ത രീതിയിൽ നല്ലതുപോലെ ചണമൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. താഴെ നട്ട പയറും ടെറസിൽ നട്ട പയറും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത്യാവശ്യം പയറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തീരുമ്പോഴത്തേക്ക് ഈ പയർ അടുത്ത തലമുറയിലെ പയറാണിത്. അപ്പോൾ അതിനകത്തും കായൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പയർ തീരുമ്പോഴത്തേക്കൊക്കെ ഇതിനകത്ത് ആയിക്കോളും. അതുപോലെ തന്നെ പൂവൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. നാല് കവറിനകത്ത് ഞാൻ ഇവിടെ നട്ടിട്ടുള്ളൂ. അടുത്ത 4 കവർ ഇനി തയ്യാറാക്കണം അതിനായിട്ട്. നമ്മുടെ ടെറസിലെ വഴുതനങ്ങ, ഈ വഴുതനങ്ങ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വഴുതനങ്ങ വെച്ചിട്ട് തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വഴുതനങ്ങയൊക്കെ ഇതിനകത്തുനിന്നും എനിക്ക് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയാട്ടോ. ഇതൊക്കെ മതിയല്ലോ നമുക്ക്. ഞാൻ എത്രയോ നാളായി പച്ചക്കറി വാങ്ങിച്ചിട്ട്. ഇപ്പം ഉള്ളിയോ എന്തെങ്കിലും മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. തക്കാളിയും വാങ്ങിക്കേണ്ട, തക്കാളിയും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത്യാവശ്യം വേണ്ടുന്നത് പിന്നെ എന്താണ്, ഉള്ളിയാണ്. ഉള്ളിയും കൂടെ നമുക്കൊന്ന് കൃഷി ചെയ്ത് നോക്കണം. അല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. 5 കവറിനകത്ത് മുളക് തൈ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വഴുതനയുടെ ചുവട്ടിൽ പാകി വെച്ചിരുന്ന മുളക് തൈ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ 5 കവറിനകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതും നമ്മൾ ഈ 2, 3 ഇലയൊക്കെ ആയതേ ഉള്ളെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇളക്കിയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ കിളിച്ചു വരുത്തുള്ളൂ. പലരും ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, മുളക് തൈ നല്ലതുപോലെ വരുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് മണ്ണൊക്കെ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആഴ്ച ഒരു 2 പ്രാവശ്യമെങ്കിലും വന്ന് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മുളക് തൈ നല്ലതുപോലെ വരും. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും. എനിക്കിഷ്ടം പോലെ മുളകുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്ന് നമ്മുടെ തേയിലക്കൊന്തും ഉള്ളിത്തോലും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിരുന്നാൽ നല്ലതുപോലെ ഇത് കിളിച്ച് വന്നോളൂ. ഇതിപ്പോൾ എൻ്റെ കുറച്ച് ബാഗ് അത്യാവശ്യം ചീരയുള്ളൂ കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടിയൊന്നുമില്ല. ചീര അരിയെല്ലാം വീണിട്ട് ആ മഴ സമയത്തെല്ലാം കിളിച്ചു. അപ്പോഴേ എല്ലാം കേടായിപ്പോയി. പിന്നെ ചൂട് വന്നു, അപ്പം പിന്നെ ബാക്കിയും കൂടെ പോയി. പിന്നെ ഇപ്പം ഇങ്ങനെ കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അരിയൊക്കെ എനിക്ക് എടുത്തിട്ട് ഇനി നല്ല രീതിയിൽ കൃഷി ചെയ്യണം എനിക്ക് വീണ്ടും ചീര. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നല്ലതുപോലെ ചീര നട്ടിട്ടുണ്ടായിരുന്നു. ടെറസിലും തെങ്ങിൻ ചുവട്ടിലുമൊക്കെ നല്ലതുപോലെ കൃഷി ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് കണ്ടു നോക്കണേ. അത് നല്ല രസമായിട്ട് നല്ല ആരോഗ്യത്തോടെ പിന്നെ അതുപോലെ തന്നെ ടെറസിലെ പൂപ്പായിനകത്ത് കൃഷി ചെയ്ത് നല്ല ആരോഗ്യം, നല്ല എന്തുവാന്ന് പറയുന്നത്, നല്ല ആരോഗ്യത്തോടെ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും ആ ചീരയുടെ കൃഷി. അത്ര നല്ലതുപോലെയാണ് ആ ചീര വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അത്യാവശ്യം വേണ്ട ചീരയൊക്കെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടാൽ നമുക്ക് ഓടി ഇങ്ങോട്ട് ടെറസിൽ വരും. നമ്മൾ തുണിയൊക്കെ വിരിച്ചിടാൻ വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എത്ര സന്തോഷമാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് എപ്പോഴും അങ്ങ് സന്തോഷം തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷം. ഇത് സ്വന്തമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ സന്തോഷം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരിപ്പം ഞാൻ 2 ടൈപ്പ് വെണ്ട കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ 5-6 ടൈപ്പ് വെണ്ട കളറുള്ളതും നീളമുള്ളതും കുറുകിയതും ഒക്കെ ആയിട്ടുള്ള കുറേ ടൈപ്പ് വെണ്ടയ്ക്ക കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും 2 ടൈപ്പേ ഉള്ളൂ. ഇനി ചുവപ്പൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം. അപ്പോൾ ഞാൻ നട്ടിട്ട് നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി വെണ്ടയ്ക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു പുതിയ തരം വഴുതനങ്ങയാണിത്. എൻ്റെ ആങ്ങളുടെ ഭാര്യ തന്നെയാണ്. ഇതെന്താ എന്ന് കണ്ടറിയാം, നോക്കട്ടെ. അപ്പം വെണ്ടയ്ക്കും ഒരു 5-6 കവറിനകത്ത് നട്ടിട്ടുണ്ട്. ഇപ്പം വെണ്ടയ്ക്കയുടെ സീസൺ എല്ലാം തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും വലിയ ആരോഗ്യമൊന്നും വന്നിട്ടില്ല. അത്യാവശ്യത്തിന് വേണ്ടുന്ന വെണ്ടയ്ക്ക് എനിക്ക് താഴെയൊക്കെ നിന്നൊക്കെ കിട്ടാറുണ്ട്. ടെറസിൽ ഞാനിങ്ങനെ കവറിനകത്ത് നട്ടുകയാണ്. നേരത്തെ ഞാൻ കവറിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നു, പറമ്പിലും നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുക, അതിനെ ശ്രദ്ധിക്കുക.
കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. രാവിലെ ഒരു അരമണിക്കൂർ നേരത്തെ നിങ്ങൾ എഴുന്നേറ്റോടും. അപ്പോൾ നമ്മുടെ എല്ലാ ജോലികളും തീരുകയും ചെയ്യും. നമുക്ക് പച്ചക്കറി തോട്ടത്തിലൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാനും പറ്റും. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനും പറ്റും. ടെറസിൽ തന്നെ ഒരു പൈപ്പ് ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളത്തിന് താഴെ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൊണ്ടൊന്ന് ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകുന്ന പരുവത്തിലായിക്കോളും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ജോലി തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് വെള്ളം നിറയുന്നത് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിന്നു കിടക്കുന്നുണ്ടോ? മിന്നു കിടക്കുന്നുണ്ടോ? ഞങ്ങൾ ടെറസിൽ നിൽക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈയും കാലും ഒക്കെ നൂത്ത്. മിന്നുവേ മിന്നു ഓരോ മഗ് വെള്ളം എല്ലാത്തിനും വീഴ്ത്തുക. അപ്പം വെറുതെ നമ്മുടെ വെള്ളം വേസ്റ്റായി പോകില്ല. ടെറസിലൊന്നും വെള്ളം വീണ് വൃത്തികേടാവത്തുമില്ല. ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് വെള്ളം വീഴ്ത്തുക. ഇത് നമ്മൾ കോളിഫ്ലവർ വെട്ടിയതാണെങ്കിലും നമുക്ക് വെള്ളം ഒഴിക്കണം. കാരണം ഇനി ഇതിനകത്ത് നിന്ന് കൊമ്പുകൾ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒടിച്ച് നടിയൊക്കെ ചെയ്യാം കേട്ടോ. എന്തുവാ? എന്നാ പറ്റി? മിന്നുവേ എന്തോളേ വാടി, കയറി വാ. മിന്ന അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ടെറസിലെ കൊച്ചു സന്തോഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുക. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുകയും ചെയ്യും. നല്ലൊരു തൃപ്തി കിട്ടും. നല്ലൊരു മനസ്സമാധാനവും മനസ്സന്തോഷവും ഒക്കെ കിട്ടുന്നതാണ് ഈ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ അസുഖങ്ങളൊന്നും നമ്മൾ അറിയുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.